അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനൽ ളാലിൻ. ഇന്ന് നമുക്ക് ഖുർആൻ പഠനമാവട്ടെ. ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഫഅൽതുഹാ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതൊക്കെ, ഇദൻ, അപ്പോൾ, വ അന മിനൽ ളാലിൻ, അപ്പോൾ ഞാൻ വഴി പിഴച്ചിരിക്കുന്നു. അതിനു മുമ്പുള്ളത് നമ്മൾ പഠിക്കണം, അപ്പോഴാണ് അത് മനസ്സിലാവുക. ഖാല ഫഅൽതുഹ, മൂസാ നബിനോട് ചോദിച്ചു, അന്നെ ഞാൻ എൻ്റെ തൊട്ടിലിൽ വളർത്തിയില്ലേ, മടിയിൽ വളർത്തിയില്ലേ, എന്നിട്ടും നീ എന്നെയും എൻ്റെ സമുദായത്തെയും എന്തൊക്കെ കാണിച്ചല്ലോ എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂസാ നബി അതിൻ്റെ മറുപടിയായിട്ട് പറയാണ്, ഖാല ഫഅൽതുഹ, അതെ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൻ, അങ്ങനെ ഉണ്ടെങ്കിൽ, ഇതൻ, അങ്ങനെയാണെങ്കിൽ, വ അന മിനൽ ളാലിൻ, ഞാൻ വഴി പിഴച്ചവരിൽപ്പെട്ടവനാകുന്നു. ഫറർതു മിൻകും, അങ്ങനെ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ലമ്മാ ഖിഫ്തുക്കും, ഞാൻ നിങ്ങളെ പേടിച്ചപ്പോൾ. ഫവഹബലി റബ്ബി ഹുക്കുമൻ, അങ്ങനെ ഞാൻ പേടിച്ച് ഓടിപ്പോയി തൂരി സീനാ പർവ്വതത്തിലെത്തി. അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് എന്ത് ചെയ്തു? എനിക്ക് ഹുക്കുമ് നൽകി, അഥവാ തത്വജ്ഞാനം നൽകി. വജഅലനി മിനൽ മുർസലീൻ, എന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. വജഅലനി, എന്നെ ആക്കി, മിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽ. മുർസലുൻ മുർസലീന, മുർസലുൻ മുർസലൂന, മുർസലീന മുർസലൂന, അതൊക്കെ ബഹുവചനമാണ് മുർസലുൻ എന്നതിൻ്റെ. വതിൽക നിഅമത്തുൻ തമുന്നുഹ, അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ആ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, താങ്കൾ ഇങ്ങനെ എടുത്തു പറയുന്ന നിഅമത്തുൻ, ആ അനുഗ്രഹങ്ങൾ, തമുന്നുഹ, താങ്കൾ അതിനെ എടുത്തു പറയുന്നു. അലയ്യ, എൻ്റെ മേൽ, എനിക്ക് താങ്കൾ ചെയ്തു തന്നു എന്ന് താങ്കൾ എടുത്തു പറയുന്ന ആ അനുഗ്രഹങ്ങളൊക്കെ, അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, താങ്കൾ ബനു ഇസ്രായേലികളെ അടിമകളാക്കി വെച്ചതിൻ്റെ കാരണത്താലാണ് എനിക്ക് അല്ലാഹു തആല ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നത് എന്ന് ഫിർഔനോട് മൂസാ നബി പറഞ്ഞു. ഖാല ഫിർഔനു, അപ്പോൾ ഫിർഔന് ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, നീ പറയുന്ന ആലമീങ്ങളുടെ രക്ഷിതാവ് ആരാണ്, റബ്ബ് ആരാണ് എന്ന്. അപ്പം മൂസ പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് അവൻ. വമാ ബൈനഹുമ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയും റബ്ബാണ് അവൻ. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ കൃത്യമായി ഉറപ്പിച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഖാല, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണെങ്കിൽ, ഖാല ലിമൻ ഹൗലഹു, അപ്പോൾ ഫിർഔൻ തൻ്റെ ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞു, അലാ തസ്തമിഊൻ, നിങ്ങൾ കൂർപ്പിച്ച് നോക്കുന്നില്ലേ, കൂർപ്പിച്ച് കേൾക്കണില്ലേ ഇവൻ എന്താ പറയുന്നത് എന്ന്. ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഖാല റബ്ബുക്കും റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിൻ്റെ റബ്ബാണ്, നിൻ്റെ തന്തമാരുടെ റബ്ബാണ്, നിങ്ങളുടെയൊക്കെ തന്തമാരുടെ റബ്ബാണ് എന്ന് മൂസാ അലൈഹിസ്സലാം ആ ജനക്കൂട്ടത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു. ഖാല, അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഇന്ന റസൂലക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനുണ്ടല്ലോ, അല്ലദീ ഉർസില ഇലൈക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ പ്രവാചകൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ലമജ്നൂൻ, അവൻ ഭ്രാന്തനാണട്ടോ എന്ന് ഫിറഔൻ പ്രഖ്യാപിച്ചു. ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, പിന്നെ മൂസാ അലൈഹിസ്സലാം ഉറക്കെ പറയാണ്, വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുന്തും തഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി, ഞാൻ പറയുന്ന റബ്ബ് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അവക്കിടയിലുള്ളവൻ്റെയും ഒക്കെ റബ്ബാകുന്നു, അല്ലെങ്കിൽ ഉള്ളതിൻ്റെയും ഒക്കെ. ഖാല ലഇനിത്തഖദ്ത ഇലാഹൻ ഗൈരി, അപ്പോൾ ദേഷ്യം കൊണ്ട് നമ്മളെ ഫിറഔൻ പറഞ്ഞു, ഖാല, പറഞ്ഞു, ലഇനിത്തഖദ്ത, നീ സ്വീകരിച്ചാൽ, ഇലാഹൻ ഗൈരി, എന്നെ കൂടാതെ ഒരു റബ്ബായിട്ട് ഇലാഹിനെ, ലഅജ്അലന്നക, ഞാൻ നിന്നെ ആക്കുക തന്നെ ചെയ്യും, മിനൽ മസ്ജൂരി, ജയിലിലാക്കും, ഞാൻ നിന്നെ ജയിലിലാക്കും തന്നെ ചെയ്യും. ഖാല വലൗ ജിഇതുക ബിശൈഇൻ മുബീൻ, അപ്പം മൂസാ നബി ചോദിച്ചു, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ വരിക, അപ്പം എന്താ ആട്ടുക എന്ന് ചോദിച്ചു. അങ്ങനെയാണെച്ചെങ്കിലും അങ്ങനെ ആയിരിക്കുമോ, ഞാൻ ജയിലിൽ തന്നെ പോകേണ്ടി വരുമോ? അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഫഅ്തി ബിഹി, അങ്ങനെയാണെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ കൊണ്ടുപോവാ, വ്യക്തമായ മുബീനായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ കൊണ്ടുപോവാ. ഇൻ കുന്ത മിന സാദിഖീൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ. ഫഅൽഖ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. ഫഅൽഖ, അപ്പോൾ മൂസാ അലൈഹിസ്സലാം ഇട്ടു, അസാഹു, തൻ്റെ കയ്യിലുള്ള വടി, കയ്യിൽ നിന്നുള്ള അസാഹു, അദ്ദേഹത്തിൻ്റെ വടി ഇട്ടു. ഫഇദാ ഹിയ, അപ്പോൾ ആ വടി അതാ, സുഅ്ബാനുൻ, മൂർഖൻ പാമ്പ്, മുബീൻ, കൃത്യമായ ഒരു മൂർഖൻ പാമ്പിനെ പോലെ ആ വടിയായി. വനസഅ യദഹു, പിന്നെ മൂസാ നബി തൻ്റെ കയ്യിനെ ഊരി. ഫൈദായി, അപ്പോൾ ഊരിയപ്പോൾ ആ കൈ ബൈളാ, വെളുത്തുകൊണ്ട്, ലിന്നാദിരി, നോക്കുന്നവർക്ക്, അതായത് ത്വക്കിൽ കക്ഷത്തിൽ കൈ വെച്ചുകൊണ്ട് ഊരിയപ്പോൾ ആ കൈ വെളുത്തുകൊണ്ടായി വെള്ളപ്പാണ്ടുള്ളവനായിക്കൊണ്ട് തോന്നി.
ഖാല ലിൽ മലഇ ഹൗലഹു, അപ്പോഴും മൂസാ ഫിറഔൻ തൻ്റെ അനുയായികളോടും ചുറ്റുപാടുള്ളവരോടൊക്കെ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇത് ഭയങ്കര അറിവുള്ള ഒരു ജാലവിദ്യ തന്നെയാണ് കേട്ടോ. യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, ഹിരിജക്കും, നിങ്ങളൊക്കെ പുറത്താക്കാൻ, പിന്നെ അർലിക്കും, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലാൻഡുകളിൽ നിന്ന്, സിഹിരിഹി, അവൻ്റെ ഭയങ്കരമായി ജാലവിദ്യ കൊണ്ട്. ഫമാദാത്ത് മുറൂൻ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്, ഇവനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്നോട് പറഞ്ഞാലും. ഖാലൂ അർജിഹ് വ അഖാ, അപ്പോൾ അവരെല്ലാവരും ആ ഒരുമിച്ച് കൂടിയ ആൾക്കാരൊക്കെ പറഞ്ഞു, അർജിഹ്, സമയം കൊടുക്കുക, പിന്തള്ളുക, അവന് വേണ്ടത്ര സമയം കൊടുക്കുക, അവനെ കാത്തിരിപ്പിക്കുക. വാഹാഹു, അവനെയും അവൻ്റെ കൂട്ടുകാരനെയും. വബാസ്, പിന്നെ താങ്കൾ സെർച്ച് ചെയ്യുക, താങ്കൾ അയക്കുക. ഫിൽ മദാഇനി, സിറ്റിയിലും ഗ്രാമങ്ങളിലും നാട്ടിലും ഒക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഹാഷിരീൻ, അവരൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് കൂടട്ടെ. അതായത് ഇവർക്ക് സമയം കൊടുത്ത് ഒരു നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ അവൻ പറയുന്ന സമയത്തേക്ക് നീ സമയം കൊടുക്കുകയും അവരൊക്കെ ഒരുമിച്ച് കൂടുകയും ചെയ്യട്ടെ. യഅ്തൂക ബികുല്ലി സഹാരിൻ അലി, അങ്ങനെ നാട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടിയാൽ മാത്രം പോരാ, അവർ നാട്ടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ഉള്ള വലുതും ചെറുതും അറിയപ്പെട്ടതുമായ എല്ലാ ജാലവിദ്യക്കാരെയും കൊണ്ടുവരട്ടെ. യഅ്തൂക, അവർ വരട്ടെ, ബികുല്ലി സഹാരിൻ, സാഹിറുൻ എന്നതിൻ്റെ ഫആലുൻ എന്ന വസ്നിക്ക് സഹാറുൻ, എല്ലാ ഭയങ്കര സാഹിറന്മാർ, ജാലവിദ്യക്കാരൊക്കെ കൊണ്ടുവരട്ടെ. അലീം, നല്ല അറിവുള്ള. ഫജുമിയ സഹറത്തു, അങ്ങനെ നാട്ടിലുള്ളവരും അറിയപ്പെട്ടവരുമായ ഫിറഔൻ്റെ ആൾക്കാരുടെയും ഫിറഔനിൻ്റെയും എല്ലാ ജാലവിദ്യക്കാരും ഫജുമിയ ഒരുമിച്ച് കൂടപ്പെട്ടു. അസഹറത്തു, എല്ലാവിധ സഹറന്മാരും സിഹറന്മാരും. ലിമീഖാത്തി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിന് എല്ലാവരും നിശ്ചയിച്ച, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരു ദിവസം, ഒരു സമയത്ത്, ഒരു സ്ഥലത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. വക്കീൽ ലിന്നാസി, ഒരുമിച്ച് കൂടിയപ്പോൾ ഫിറഔൻ ചോദിച്ചു, എല്ലാവരും റെഡിയല്ലേ ഞങ്ങളൊക്കെ? വക്കീൽ ലിന്നാസി, ജനങ്ങളോടൊക്കെ ചോദിച്ചു, എല്ലാവരും സിഹർമാരും അതുപോലെ കാണാൻ വന്ന ജനങ്ങളും ഒക്കെ റെഡിയായി നിൽക്കല്ലേ? വക്കീല, പറയപ്പെട്ടു, ലിന്നാസ്, ജനങ്ങളോട്, ഹൽ അൻതും മുജ്തമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടില്ലേ? നമ്മൾ ആൾക്കാർ ഇതാ ജയിക്കാൻ പോകണു എന്ന് വലിപ്പത്തരം പറയാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ്. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.